ഭരണിക്കാവ് പഞ്ചായത്തിന്റെ പരിധിയിൽ തെരുവ് നായകളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ തെരുവ് നായ ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. നടപടി സ്വീകരിക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൊച്ചുകുട്ടികളെ അടക്കം നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തെരുവുനായ ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. നമ്മുടെ FHS ഭരണിക്കാവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ FHS ഫാമിലി ഹെൽത്ത് സെന്ററായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇപ്പോൾ വാക്സിനേഷൻ ലഭ്യമല്ല. അപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും സെക്രട്ടറിയോട് ഉന്നയിച്ചത് അടിയന്തരമായി ഡോക്ടറെ വിളിച്ച് വാക്സിനേഷൻ അവിടെ ഈ കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ തന്നെ വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടറിയും അതുപോലെ ഡോക്ടറും അതിനോട് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വാക്സിനേഷൻ നമുക്ക് ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കടിയേൽക്കുന്നവർക്ക് കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിലും അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ ആലപ്പുഴ വണ്ടാനത്തും പോകേണ്ട ഒരു സ്ഥിതിയാണ്. അത് മാറ്റിയെടുത്ത് നമ്മുടെ FHSയിൽ ഈ വാക്സിനേഷൻ ലഭ്യമാക്കണം. തെരുവുനായ്ക്കളെ കൊല്ലാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ തെരുവുനായ്ക്കൾക്ക് പ്രത്യേകമായ ഒരു ഷെൽട്ടർ. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും സർക്കാരിന്റെയും അനാസ്ഥയാണ് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിന് കാരണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ KR ഷൈജു പറഞ്ഞു. തെരുവുനായകളുടെ വന്ധ്യംകരണത്തിനായുള്ള ABC പദ്ധതിക്ക് വർഷാവർഷം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് നീക്കിവെച്ചിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭരണിക്കാവ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിനേഷൻ ലഭ്യമാക്കണമെന്നും കടിയേറ്റ വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തരമായി പ്രതിരോധ വാക്സിൻ മൃഗാശുപത്രി വഴി ലഭ്യമാക്കണമെന്നും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. റോഡുകളും പൊതുയിടങ്ങളും നായ്ക്കൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും സ്കൂൾ വിദ്യാർത്ഥികളും കാൽനടക്കാരും ഭീതിയിലാണെന്നും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൽമാൻ പൊന്നേറ്റിൽ, മാത്യു ഫിലിപ്പ്, L അമ്പിളി, ശാലിനി S, DCC അംഗം MR മനോജ്കുമാർ, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.